ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുന്ന നദിയിലെ വെള്ളം മലിനമാണെന്ന് തള്ളിയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഗായകനും സംഗീത സംവിധായകനുമായ വിശാൽ ദദ്ലാനി. പ്രയാഗ്രാജിലെ നദിയിൽ നിന്ന് ഒരു കവിൾ വെള്ളം കുടിക്കാൻ യോഗിക്ക് ധൈര്യമുണ്ടോ എന്നാണ് വിശാൽ വെല്ലുവിളിച്ചിരിക്കുന്നത്. കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിലെ ജലം കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കാമെന്ന യോഗി ആദിത്യനാഥിന്റെ അവകാശവാദത്തിന് പിന്നാലെയാണ് വിദ്വേഷമുള്ളവരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട സാർ, ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുന്നു. താങ്കൾ ധൈര്യമായി മുന്നോട്ട് പോവുക, ക്യാമറയെ സാക്ഷി നിർത്തി നദിയിൽ നിന്ന് വെള്ളം നേരിട്ട് കുടിക്കുക എന്നാണ് വിശാൽ ദദ്ലാനി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ യോഗിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് പേർക്ക് വയറിളക്കവും കോളറയും ബാധിക്കുന്നത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് എന്തോ പ്രത്യേകത ഉള്ളതായും താങ്കളും താങ്കളുടെ കുടുംബവും ആ മലിനജലത്തിൽ മുങ്ങണമെന്നും നിങ്ങൾക്ക് കൂടുതൽ ശക്തി വരട്ടെ എന്നുമാണ് അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഗംഗാനദി അടക്കമുള്ള ത്രിവേണി സംഗമത്തിലെ ജലത്തിൽ മനുഷ്യവിസർജ്യത്തിൽ കാണപ്പെടുന്ന കോളിഫോം ബാക്ടീരിയ അടക്കമുള്ളവയുടെ അളവ് അപകടകരമായ വിധത്തിൽ ഉയർന്നതായാണ് UP മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയിരുന്നത്. കോളിഫോം ബാക്ടീരിയ അനുവദനീയമായതിന്റെ 2000% വരെ അധികമാണെന്നായിരുന്നു പരിശോധനാ റിപ്പോർട്ട്. 100 മില്ലി വെള്ളത്തിൽ പരമാവധി 2500 MBL ആണ് കോളിഫോം ബാക്ടീരിയയുടെ അനുവദനീയ അളവ്. എന്നാൽ കുംഭമേള നടക്കുന്ന ജനുവരി 20-ന് ഇത് 49,000 ആയിരുന്നു. ഫെബ്രുവരി 4-ന് അനുവദനീയമായതിന്റെ 300% അധികമാണ് ത്രിവേണി സംഗമ ജലത്തിന്റെ കോളിഫോമിന്റെ അളവ്. ഇവിടെയാണ് കുംഭമേളയ്ക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർ പുണ്യസ്നാനം നടത്തുന്നത്. മഹാകുംഭമേളയിലെ സ്നാനഘട്ടുകൾക്ക് സമീപമുള്ള വെള്ളത്തിൽ ഉയർന്ന അളവിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയതായി ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഫെബ്രുവരി 17-ന് റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. റിപ്പോർട്ട് രാജ്യവ്യാപകമായി കോളിളക്കം സൃഷ്ടിച്ചുവെങ്കിലും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അത് തള്ളിക്കളയുകയായിരുന്നു.